ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെം BSc ഫിസിക്സ് ഇലക്ട്രോഡൈനാമിക്സ് 1 പേപ്പറിലെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 4 ആണ്. കഴിഞ്ഞ 3 പാർട്ടുകളായിട്ട് നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് 8 ഡിസ്കസ് ചെയ്യുന്നു. ഈ ക്ലാസ്സുകളിൽ അതിൻ്റെ കൂടെ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്യണം. മുമ്പ് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സപ്പോസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ സം റീജിയൻ ഈസ് ഫൗണ്ട് ടു ബി ഈസ് ഈക്വൽ ടു kr³ r cap ഇൻ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. ഡിറ്റർമിൻ ദ ചാർജ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡും ചാർജ് ഡെൻസിറ്റിയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഗോസസ് തിയറത്തിൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. ഗോസ് തിയറത്തിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും ചാർജും കണക്ട് ചെയ്യണം, അല്ലെ? ചാർജ് എൻക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഫോമിൽ, ഡിഫറൻഷ്യൽ ഫോമിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? വി ഹാവ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് തിയറം ആസ് del dot T is equal to rho by epsilon 0. ഇതിൽ നമുക്ക് ചാർജ് ഡെൻസിറ്റി എങ്ങനെ എഴുതാം? epsilon 0 ടൈംസ് del dot T എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. ഞാൻ ഒന്ന് എടുത്തെഴുതാം: kr² r cap, kr³ r cap, kr³ r cap. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുള്ള സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണ്, ആറിൻ്റെ ടേംസിലാണ്. നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ del dot T എങ്ങനെ കണ്ടുപിടിക്കാം? അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നോക്കൂ, del dot any vector ഇൻ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് കാണുമ്പോൾ ഇങ്ങനെയാണ് വരിക: 1/r² × del r ഇൻറ്റു r² vr. vr എന്ന് പറഞ്ഞാൽ ഈ വെക്റ്ററിൻ്റെ റേഡിയൽ പാർട്ട്, ആർ പാർട്ട്. ഓക്കെ, നമുക്കറിയാം സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ r, θ, φ ആണ് കോർഡിനേറ്റ്സ്. ഇതിൽ ആർ പാർട്ട് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, കാരണം ഈ ക്വസ്റ്റ്യനിൽ ഇലക്ട്രിക് ഫീൽഡ് ആർ ഡിപ്പെൻഡൻസ് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫൈയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 2 ആംഗിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. തീറ്റയെ നമ്മൾ പോളാർ ആംഗിൾ എന്ന് വിളിക്കുക, ഫൈനെ നമ്മൾ അസിമുത്തൽ ആംഗിൾ എന്ന് വിളിക്കുക. ഈ 2 ആംഗിളിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ഓൺലി ആർ ഡിപ്പെൻഡൻസ്. സോ നമ്മൾ ഏത് മാത്രമേ എഴുതുന്നുള്ളൂ? del dot Vയുടെ, മനസ്സിലായോ, ഡൈവേർജൻസിൻ്റെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ ആർ പാർട്ട് മാത്രമേ എഴുതുള്ളൂ. ബാക്കി ടൈംസ് ഏതാണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് മാത്രം നിങ്ങൾ പഠിക്കുക. del dot V എന്നുള്ളത് തീറ്റയും ഫൈയൊക്കെ ഓർത്ത് വയ്ക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ മിക്കവാറും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കാണുന്ന കേസുകളിലെല്ലാം ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ ഒക്കെ ആറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് മതി? 1/r² × del r ഇൻറ്റു r² vr എന്നുള്ള ആ ടൈം മാത്രം മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് epsilon 0 ഇൻറ്റു 1/r² del r ഓഫ് r² ഇൻറ്റു vr. vr എന്ന് പറഞ്ഞാൽ വെക്റ്ററിൻ്റെ റേഡിയൽ പാർട്ട്. ഇവിടെ വെക്റ്ററിൻ്റെ റേഡിയൽ പാർട്ട് ഇതാണ്, ആർ ക്യാപ്പിൻ്റെ കൂടെയുള്ള പാർട്ട്. ഓക്കെ, ആർ ക്യാപ്പിൻ്റെ കൂടെയുള്ള പാർട്ട് മാത്രമേ ഉള്ളൂ, തീറ്റ ക്യാപ്പിൻ്റെ കൂടെയുള്ള പാർട്ട് ഇല്ല, ഫൈ ക്യാപ്പ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് kr³ എന്നാണ്. അപ്പോൾ ഈ ഒരു ഫോം അറിയാം, del dot Vയുടെ ഈ ഒരു പാർട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ എളുപ്പമാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇനി ഒരു ഡിഫറൻഷിയേഷൻ മാത്രമേ ഉള്ളൂ: epsilon 0 ഇൻറ്റു 1/r ഇൻറ്റു del r ഓഫ് r² r³ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r⁵ കിട്ടും. അപ്പോൾ kr⁵ കിട്ടി. ദിസ് ഈക്വൽ ടു epsilon 0 ഇൻറ്റു 1/r ഇൻറ്റു del r ഓഫ് kr⁵. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്. പക്ഷേ ഇവിടെ r മാത്രമേ ഉള്ളൂ, k കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ k ഇൻറ്റു r⁵ ഡെറിവേറ്റീവ് എന്താ? 5r⁴, അല്ലേ? x⁻n ഡെറിവേറ്റീവ് nx⁻n−1, അപ്പോൾ 5r⁴ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്കറിയാം ഇവിടെ 1/r² ആണ്, 1/r² ആണ്. 1/r² ഇൻറ്റു k ഇൻറ്റു 5r⁴. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് k ഇൻറ്റു ഈ r² r⁴ കട്ട് ചെയ്യുമ്പോൾ 2 വരും, അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുക 5k ദിസ് ഈക്വൽ ടു 5k epsilon 0 r⁴. ഇതാണ് ഫൈനൽ ആൻസർ, 5k epsilon 0 r². വളരെ ഈസി ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. മുമ്പൊരു എക്സാമിന് ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് മനസ്സിലായി വിചാരിക്കുന്നു. സോ ബൈ ഹാർട്ട് ദിസ്, ഈ ഫോം ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി ടോട്ടൽ ചാർജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്ന ഒരു സ്ഫിയറിലാണെന്ന് വിചാരിക്കും.
ഒരു സ്ഫിയറിലാണെങ്കിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ റോയിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം. അങ്ങനെ ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കാം. മനസ്സിലായി? ഈ ക്വസ്റ്റ്യനിലില്ല ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുന്നത് റോയിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ഷോ ദാറ്റ് ദി എനർജി ഓഫ് ആൻ ഐഡിയൽ ഡൈപോൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ്. അപ്പോൾ ഇതാണ് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കും പൊട്ടൻഷ്യൽ എനർജി, ഇതാണ് തെളിയിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാം. കൺസിഡർ ആൻ ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ വരയ്ക്കുന്നത്. കൺസിഡർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോഴാണ് ഇങ്ങനെ പാരലൽ ലൈൻസ് നമ്മൾ വരയ്ക്കുക. ആൻഡ് വി കൺസിഡർ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ദിസ് ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡൈപോൾ വെച്ചിരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. നോക്കൂ, ഞാൻ ഡൈപോൾ ഇങ്ങനെ വരയ്ക്കാം. ഇലക്ട്രിക് ഡൈപോളാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഡൈപോൾ വെച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സോ ഒരറ്റത്ത് പ്ലസ് ക്യൂ ചാർജും മറ്റേ അറ്റത്ത് മൈനസ് ക്യൂ ചാർജുള്ള ഡൈപോൾ. ഈ ഡൈപോൾ ഫീൽഡിൽ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇതിലൊരു ടോർക്ക് ആക്ട് ചെയ്യും. ടോർക്ക് ആക്ച്വലി ടോർക്കിന് കാരണം ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ? അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ടാണ് ടോർക്ക് ആക്ട് ചെയ്യുന്നത്. ഈ ടോർക്ക് എത്രയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ടോർക്ക് കാരണം ഡൈപോൾ ഫീൽഡിന് പാരലാകാൻ എപ്പോഴും ശ്രമിക്കും, ഫീൽഡിന് പാരലാകാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്യണമെന്നായിരിക്കും. സപ്പോസ് വി വാണ്ട് ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ത്രൂ എ സ്മോൾ ആംഗിൾ. ഇപ്പോൾ ഇരിക്കുന്ന ആംഗിൾ തീറ്റ എന്നായിരിക്കും. നമ്മൾ ഈ ഡൈപോളിനെ വേറൊരു ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ലൈക്ക് എന്താ ഒരു ചെറിയ ആംഗിളിലേക്ക് ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ വി ആർ ഇൻക്രീസിങ് ദ ആംഗിൾ ബൈ എൻ എമൗണ്ട് ഡി തീറ്റ. മനസ്സിലായി? ഡി തീറ്റ ആംഗിൾക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു എ വർക്ക് എഗെയിൻസ്റ്റ് ദിസ് ടോർക്ക്. നോക്ക്, ഈ ടോർക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനല്ലേ ശ്രമിക്കുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഫീൽഡ് ഡയറക്ഷനിലേക്കല്ലേ. അപ്പോൾ നമ്മളിതിനെ ഡി തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. നമ്മൾ ആ ചെയ്യുന്ന വർക്ക്, മനസ്സിലായോ? ആ വർക്ക് എന്നുള്ളതാണ് അതിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തീറ്റ ആംഗിളിൽ ഇരിക്കുമ്പോൾ ഡൈപോളിലുള്ള നമ്മൾ ഇത് കണ്ടുപിടിക്കും, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ 0 തീറ്റ വരെ തിരിക്കാൻ, മനസ്സിലായോ? 0 ഒറിജിനലി ഇങ്ങനെയാണെന്ന് ഇരിക്കും. ഡൈപോൾ ഇങ്ങനെ ഈ പൊസിഷനിലാണ്, ഫീൽഡിന് പാരലാണ്. അതിന് നമ്മൾ തീറ്റ ആംഗിളിലേക്ക് തിരിക്കാൻ ചെയ്യുന്ന വർക്കാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് ഡി തീറ്റ ആംഗിൾ തിരിക്കണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണം? നമുക്കറിയാം ഇവിടെ ഡൈപോളിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ പി ഇ സൈൻ തീറ്റ എന്നാണ്. പി ഇ സൈൻ തീറ്റ, ഇലക്ട്രിക് ഡൈപോളിൻ്റെ ടോർക്കിൻ്റെ പി ഇ സൈൻ തീറ്റ ആണ്. അപ്പോൾ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ഡബ്ല്യു, വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ത്രൂ ആൻ ആംഗിൾ ഡി തീറ്റ. ഡി തീറ്റ ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള വർക്ക് എത്രയാണ്? ഡി ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റുള്ളൂ, ചെറിയ വർക്ക്. ടോ ഡി തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡബ്ല്യു ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ത്രൂ ആൻ ആംഗിൾ തീറ്റ. തീറ്റ ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ജസ്റ്റ് ഈ ഡബ്ല്യുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഡി ഡബ്ല്യു എന്താണ്? ടോ ഡി തീറ്റനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ടോയ്ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോയ്ക്ക് എന്ന് പറഞ്ഞാൽ പി ഇ സൈൻ തീറ്റയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇയും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് തമ്മിലുള്ള ആംഗിളാണ്. പി ഇ സൈൻ തീറ്റ. അപ്പോൾ പി ഇ ഇൻറ്റു സൈൻ, ഇൻറ്റഗ്രൽ സൈൻ തീറ്റയാണ് അവർ, ഇൻറ്റഗ്രൽ സൈൻ തീറ്റയാണ് അവർ. അപ്പോൾ പി ഇ ഇൻറ്റു സൈൻ തീറ്റയുടെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പം മൈനസ് പി ഇ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇതിന് വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ, വെക്ടർ ഫോം എന്ന് പറഞ്ഞാൽ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല, സ്കാലർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചതിന് എഴുതാൻ പറ്റും, മൈനസ് പി ഡോട്ട് ടി എന്ന് എഴുതാൻ പറ്റും. പി ഡോട്ട് ടി എന്നുള്ളത് നമുക്കറിയാം പി ഇ കോസ് തീറ്റയാണ്. അപ്പോൾ സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് പി ഡോട്ട് ടി. ഇതാണ് ഈ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുമ്പോഴുള്ള എനർജി. മനസ്സിലായി? ദെർഫോർ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ ഈസ്, പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്യുക, യു എന്നുള്ള സിമ്പിൾ അല്ലേ. ദെർഫോർ ഈ വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. Therefore, the electrostatic potential energy of the dipole, electrostatic energy of the dipole is this work. U is equal to, this work is equal to what? Minus P dot T.
അപ്പോൾ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡൈപോളിൻ്റെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇനി മാഗ്നറ്റിക്സിൽ ഇതേ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോഴുള്ള ഡൈപോൾ മൊമെൻറ്റ് ടോർക്ക് അല്ല എനർജി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ പി മാറ്റിയിട്ട് എം ആക്കുക. നോക്കൂ, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് വരെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ആക്കുക എം, ഇലക്ട്രിക് ഫീൽഡിന് വരെ മാഗ്നറ്റിക് ഫീൽഡ് ആക്കുക. പിക്ക് വരെ എം ബി കൊടുത്താൽ മതി. പിക്ക് വരെ എം ബി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പിക്ക് വരെ എം ബി കൊടുത്താൽ നമുക്ക് മാഗ്നറ്റിസം കിട്ടും. ഇതുപോലെ തന്നെ ഡയഗ്രാം വരയ്ക്കുക. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കണം. ആ വ്യത്യാസമുള്ളൂ. എം ബി കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി -m.b എന്ന് കിട്ടും. -m.b മനസ്സിലായോ? അതാണ് മാഗ്നറ്റിക് ഡൈപോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇതും 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്, മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.